വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ നേരെ പാരീസ് പോവാണ്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ തന്നെ നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് വണ്ടി എടുത്തു. ഇപ്പോൾ ഉള്ളത് വെസ്റ്റ് സൈതാപ്പേട്ടയാണ്. വെസ്റ്റ് സൈതാപ്പേട്ടയിൽ നിന്ന് നമ്മൾ നേരെ നന്ദനം കയറിയിട്ട് നമ്മൾ അണ്ണാസല വഴി കൂടെ നമ്മൾ പാരീസ് പോവും. അപ്പോൾ നമ്മളിപ്പോൾ ടി നഗർ ഭാഗത്തൊക്കെ എത്തി. അപ്പോൾ ടി നഗർ ഭാഗത്ത് ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുള്ളൂ. ചെറുതായി ട്രാഫിക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നന്ദനം സിഗ്നൽ കഴിഞ്ഞ് നമ്മൾ നന്ദനം മെട്രോ ആണ് അപ്പുറത്ത് കാണുന്നത്. അപ്പോൾ നമ്മൾ തേനാമ്പേട്ട അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി പാരീസിലേക്ക് ഒരു 10 കിലോമീറ്റർ കൂടിയുണ്ട്. അപ്പോൾ ട്രാഫിക്ക് കൂടുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഞാനിവിടെ നിന്ന് പാരീസ് സൈഡിലേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഭാഗത്ത് ഭയങ്കര സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ തേനാമ്പറ്റ സിഗ്നലെത്തി. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉണ്ട് നമുക്ക് പാരീസിലേക്ക്. അണ്ണാസാല തേനാമ്പേട്ട എന്നൊക്കെ പറയും. അപ്പോൾ കാലത്തൊരു 7:45 ആയി എൻ്റെ ചെറിയ ഒരു ട്രാഫിക്കൊക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ മാക്സിമം ഇപ്പോൾ ഫ്ലൈ ഓവറൊക്കെ വരുന്നതുകൊണ്ട് നിറയെ കൺജസ്റ്റഡ് ആണ് റോഡൊക്കെ. അപ്പോൾ ഇതാണ് ജെമിനി ഫ്ലൈ ഓവർ എന്ന് പറയുന്നത്. ജെമിനി ഫ്ലൈ ഓവർ 1957 പണി കഴിച്ചിട്ടുള്ള ഒരു ഫ്ലൈ ഓവറാണ്. ഇത് ചെന്നൈയുടെ ഫസ്റ്റ് ഫ്ലൈ ഓവറും കൂടിയാണിത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് അണ്ണാസാലയിലേക്ക് കിടന്ന് പോയിട്ട് ഒരു പോലീസുകാരുണ്ടല്ലോ ഹോർണടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അണ്ണാസാല വഴിക്ക് ജെമിനി ഫ്ലൈ ഓവറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജെമിനി ഫ്ലൈ ഓവർ അപ്പുറത്തെ റൈറ്റ് സൈഡിൽ കാണുന്നത് US എംബസിയാണ്. അതേ ഇയാളാണ് ഹോർൺ അടിച്ചിട്ടുണ്ടായിരുന്നത് ഓടോർന്ന്. അപ്പോൾ നമ്മൾ നേരെ സ്പെൻസറിൻ്റെ അവിടെ എത്താറായി. റൈറ്റ് സൈഡിൽ കിയ കാറിൻ്റെ ഷോറൂമൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കും. റൈറ്റ് സൈഡിൽ കാണുന്നത് കിയ കാറിൻ്റെ ഷോറൂമാണ്. ഹെഡ് ഓഫീസും കൂടിയാണ് കിയയുടെ. അപ്പോൾ ഇതാണ് അണ്ണാസാല എന്ന് പറയുന്നത്. മൗണ്ട് റോഡ് എന്നൊക്കെ പറയും ഞാൻ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പാരീസിലേക്ക് ഒരു 5 കിലോമീറ്ററും കൂടിയുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 7:55 ആയിട്ടുണ്ട്. ആ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ ബിൽഡിംഗ് നേരെ കാണാണ്. അതാണ് ചെന്നൈയിലെ ആദ്യത്തെ ഷോപ്പ്. അപ്പോൾ നമ്മളിവിടെ സ്പെൻസർ പ്ലാസൊക്കെ കഴിയാറായിട്ടുണ്ട്. സ്പെൻസർ പ്ലാസ ആണ് ആ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ കുറച്ച് ട്രിപ്ലിക്കൻ ഭാഗത്ത് എക്സ്പ്രസ് അവന്യൂ എന്ന് പറഞ്ഞിട്ട് ഹൈഫൈ മാളുണ്ട്. അപ്പോൾ നമ്മൾ ചിന്താരിപ്പേട്ട സിഗ്നലാണിത്. അപ്പോൾ നേരെ പോയിട്ട് നമുക്ക് ലെഫ്റ്റ് എടുക്കണം. ഇപ്പോൾ ഇവിടെയൊക്കെ കുറേ വൺ വേ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വോൾടാക്സ് റോഡിൽ നിന്ന് നമുക്ക് ആദ്യത്തെ ലോഡ് ബുക്കായിട്ടുണ്ട്. അപ്പോൾ ലോഡ് എടുക്കാൻ പോയി ലോഡൊക്കെ കയറ്റി. ഇപ്പോൾ ഒരു ചെറിയൊരു 4 ബോക്സാണ് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് കൊണ്ടുപോയി ഇറക്കിയിട്ട് നമ്മളിപ്പോൾ അടുത്ത ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ താങ്കളിൽ നിന്ന് സൈതാപ്പേട്ട പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈതാപ്പേട്ട ഏരിയയാണ്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി സൈതാപ്പേട്ടയിൽ നിന്ന് ഇപ്പോൾ വെസ്റ്റ് സൈതാപ്പേട്ട റീച്ചായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോരൂർ മുകളിവാക്കത്തിലാണ് നമുക്ക് ഡ്രോപ്പ്. അപ്പോൾ പോരൂരിലേക്ക് ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ കൂടിയുണ്ട്. അപ്പോൾ ഏതാണ്ട് നമ്മൾ മുകളിവാക്കം ഭാഗത്ത് നമ്മൾ ഡ്രോപ്പ് ലൊക്കേഷനിലെത്തി. അപ്പോൾ അടുത്ത ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ട് റോഡ് ഇപ്പോൾ അടുത്ത് മഴ പെയ്തിട്ട് ഭയങ്കര മോശമാണ് കേട്ടോ. കണ്ടാൽ ഞങ്ങൾ ചെറുവണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നോക്കി പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ നമ്മൾ തിരുവേർക്കാടിൽ നിന്ന് അടുത്ത ലോഡ് കയറ്റി ട്രിപ്ലിക്കൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രിപ്ലിക്കനിലാണ് അടുത്ത ലോഡ് നമുക്ക് ഇറക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ലോഡ് കയറ്റി ട്രിപ്ലിക്കനിലേക്ക് 22 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ കത്തിപ്പാറ എത്തി, കിണ്ടി എത്തി. നമ്മൾ കത്തിപ്പാറ സിഗ്നലിൽ എത്താറായി നമ്മൾ. അപ്പോൾ ഇതാണ് കത്തിപ്പാറ. റൈറ്റ് സൈഡിൽ കാണുന്നത് മെട്രോ. ഇനി നമ്മൾ ഗാന്ധി മണ്ഡപം എത്തി. ഗാന്ധി മണ്ഡപത്തിൽ നിന്ന് ഇനി ഈ പാലം കയറി ഇറങ്ങി റൈറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ഇറക്കാനുള്ള ലൊക്കേഷനിലേക്ക് ജസ്റ്റ് 1 കിലോമീറ്ററും കൂടി ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ അത് ഇറക്കി അടുത്ത ലോഡ് ബുക്കായി പെരുങ്കുടി ഇപ്പോൾ നമ്മളെവിടെയാണെന്ന് വെച്ചാൽ ഹോളിഡേ ഇൻ കാണുന്നതാണ് ഹോളിഡേ ഇൻ ഹോട്ടൽ. അപ്പോൾ നമ്മളിതേ ലോഡൊക്കെ കയറ്റി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കോയമ്പേട്ടിലേക്കാണ് ലോഡ്. കോയമ്പേട്
ഇവിടുത്തെ മഫസൽ ബസ് സ്റ്റാൻഡിലേക്കാണ്, പാർസൽ സർവീസിലേക്കാണ് അടുത്ത ലോഡ്. അപ്പോൾ ഇവിടെ നിന്ന് ഏതാണ്ട് 18 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തരമണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇതേ വേലച്ചേരി റീച്ചായി. വേലച്ചേരി പെരിയപ്പാലം എന്ന് പറയും, ബിഗ് ഫ്ലൈ ഓവർ എന്ന് വെച്ചാൽ. അപ്പോൾ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏതാണ്ട് അടുത്ത ലൊക്കേഷനിലേക്കൊക്കെ എത്തി തുടങ്ങി. നമ്മളിതേ ബിർഗംബാക്കം എത്തി. ഇനിയിപ്പോൾ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് ആകെ 2 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇതേ ഗായ്സ് നമ്മൾ കൊണ്ടുപോയി ഇറക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതോടെ തന്നെ മറ്റൊരു വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, സീ യു ഫ്രം RJ മലയാളം.